നമുക്ക് ഈ ലെക്ചറിൽ ട്രാവേഴ്സ് ഫ്രം സ്റ്റാർട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ചെയ്യാം. മൂവ് ഓൾ സീറോസ് ടു ദ സ്റ്റാർട്ട്. ഇൻപുട്ട് 153026. ഔട്ട്പുട്ട് 001536. നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് എന്താ മനസ്സിലായി? നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഒരു അറേ തന്നിട്ടുണ്ടാവും. ഈ അറയിൽ സീറോസ് ഉണ്ടാവും. ഈ സീറോസിനെ അറേയുടെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോബ്ലത്തെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്ങനെ നമുക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം? ഇന്റർവ്യൂറിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട്. എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂറിനോട് ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. Questions to ask interviewer. Can array consist of negative integers? നമുക്ക് ഇൻപുട്ട് ആയിട്ട് തന്നിരിക്കുന്ന അറേയിൽ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വരാമോ? അന്നേരം ഇന്റർവ്യൂവർ പറയാണ് യെസ്. Does relative order of non-zero integers matter in output? നമുക്ക് ഇൻപുട്ടിലോട്ട് നോക്കാം. 153026. ഇതിലെ നോൺ സീറോ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 153026. നമ്മൾ ഔട്ട്പുട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 1ഉം 5ഉം 3ഉം 2ഉം 6ഉം ഇൻപുട്ടിൽ വന്ന അതേ ഓർഡറിൽ തന്നെ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്റർവ്യൂറിനോട് ഇവിടെ ചോദിക്കുന്നത് ഇൻപുട്ടിലുള്ള അതേ ഓർഡറിൽ തന്നെ നോൺ സീറോ ഇൻറ്റീജേഴ്സ് ഔട്ട്പുട്ടിൽ വരണമെന്നാണ്. അന്നേരം ഇന്റർവ്യൂർ പറയാണ് നോ. ക്യാൻ വി ഡു ഇറ്റ് ഇൻ പ്ലേസ്? ഇവിടെ നമ്മൾ ഇന്റർവ്യൂറിനോട് ചോദിക്കുന്നത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഒരു അറേ തന്നിട്ടുണ്ട്. ആ സെയിം അറേയിൽ തന്നെയാണോ ഔട്ട്പുട്ട് വേണ്ടതെന്നാണ്. അന്നേരം ഇന്റർവ്യൂവർ പറയാണ് യെസ്. ഇൻപുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സെയിം അറേയിൽ തന്നെ വേണം നമുക്ക് ഔട്ട്പുട്ടും കിട്ടാൻ. വേറൊരു സെപ്പറേറ്റ് അറേ നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു അറേ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 10560300. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയുടെ പേരാണ് ഡിഗ്രീസ് ആൻഡ് കോൺകർ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസ്യൂം പ്രോബ്ലം ഈ സോൾവ് ഫോർ ഫസ്റ്റ് n-1 എലമെന്റ്സ്. ആദ്യത്തെ n-1 എലമെന്റ്സിന് വേണ്ടി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നു? ഒരു അറേയിലുള്ള സീറോസിനെ അറേയുടെ സ്റ്റാർട്ടിലോട്ട് മൂവ് ചെയ്യണം. ആദ്യത്തെ n-1 എലമെന്റ്സിന് വേണ്ടി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. n-1 എലമെന്റ്സ് ഏതൊക്കെയാ? 10563030. ഈ n-1 എലമെന്റ്സിലുള്ള സീറോസിനെ നമ്മൾ അറേയുടെ സ്റ്റാർട്ടിലോട്ട് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. 000156 ഇനി എന്താ സെക്കൻഡ് സ്റ്റെപ്പ്? സോൾവ് ദ പ്രോബ്ലം ഫോർ ലാസ്റ്റ് എലമെന്റ്. അവസാനത്തെ എലമെന്റിന് വേണ്ടി നമ്മൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. അവസാനത്തെ എലമെന്റ് നമ്മൾ ഈ ഇൻപുട്ടിൽ നോക്കിയാൽ കാണാം 0 ആണ്. ഈ 0 തുടക്കത്തിൽ വരണം. അതിനെന്താ ഒരു ഐഡിയ ഉള്ളത്? ഈ 1 ഇരിക്കുന്ന ആ സ്ഥലവുമായിട്ട് ഈ 0യെ സ്വാപ്പ് ചെയ്താൽ പോരെ. ഈ 1 ഇരിക്കുന്ന സ്ഥലത്തിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ വേരിയബിളിന്റെ പേര് ലോ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായില്ലേ? ജസ്റ്റ് ഈ 0നെ ഈ ലോ പോയിന്റ് ചെയ്യുന്ന ആ എലമെന്റുമായിട്ട് ജസ്റ്റ് സ്വാപ്പ് ചെയ്താൽ പോരെ. ഇനി 0 അല്ല നമ്മുടെ എലമെന്റ് എന്ന് വിചാരിച്ചോ. ഏതോ ഒരു നോൺ സീറോ എലമെന്റ് ആണ് നമ്മുടെ ലാസ്റ്റ് എലമെന്റ് എന്ന് വിചാരിച്ചോ. എന്താ നമ്മൾ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ടല്ലോ. ആ എലമെന്റ് അതേപോലെ അവിടെ ഇരുന്നാൽ പോരെ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ആയിട്ടൊരു ലോ ഉണ്ട്. ഈ ലോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ 1ലോട്ടാ. അറേയുടെ 0 തൊട്ട് ലോ -1 വരെയുള്ള എലമെന്റ്സ് എല്ലാം 0 ആണ്. പുതിയതായിട്ട് ഒരു 0 വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഈ ലോ ഇരുന്ന സ്ഥലവുമായിട്ട് സ്വാപ്പ് ചെയ്തു. ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഐ എന്നും ലോ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് ഉണ്ട്. ഐ എന്ന് പറഞ്ഞ വേരിയബിള് അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് നിങ്ങൾ 0നെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0, സ്വാപ്പ് ചെയ്യണം അറേ ഓഫ് ഐയും അറേ ഓഫ് ലോയും. അത് കഴിഞ്ഞ് ലോയെ ഇൻക്രിമെന്റ് ചെയ്യണം. ലോ പ്ലസ് ഈക്വൽ ടു 1.
നമ്മൾ ഈ ഐ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഒരു ഫോർ ലൂപ്പിലായിരിക്കും ഉപയോഗിക്കുക. ലോയുടെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. ഐ 0 ആവുന്ന കേസ്, ഐ 0 ആവുമ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0. ഐ ഇപ്പോൾ 0 ആണ്, ഐ പോയിന്റ് ചെയ്യുന്ന 1 ഇഫ് 1 ഈക്വൽ ടു 0 അല്ല. അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 1 ആയി. ഐ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ 0 ഇപ്പൊ നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0. കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആയപ്പോൾ എന്താ ചെയ്യേണ്ടേ? സ്വാപ്പ് ചെയ്യണം അറേ ഓഫ് ഐയും അറേ ഓഫ് ലോയും. അത് കഴിഞ്ഞ് ലോയെ മുമ്പോട്ട് നീക്കണം. ഈ 0യെയും ഈ 1നെയും നമ്മൾ സ്വാപ്പ് ചെയ്തപ്പോൾ നമുക്ക് 0 1 കിട്ടി. ലോ എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? 1 കാരണം നമ്മൾ ലോ പ്ലസ് ഈക്വൽ ടു 1 ആക്കി. ഇനി ഐയുടെ വാല്യൂ 2 ആയി. ഐ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ 5 വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തു, അല്ല. ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0. ഇഫ് ഐ ഈക്വൽ ടു 0 അല്ല. പിന്നെ ഐയുടെ വാല്യൂ 3 ആയി. അറേ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ആണ്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഇഫ് 6 ഈക്വൽ ടു 0 അല്ല. ഇനി ഐയുടെ വാല്യൂ 4 ആയി. വീണ്ടും നമുക്കൊരു 0 കിട്ടി. അറേ ഓഫ് ഐ ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് 0 അറേ ഓഫ് ഐ 0 പോയിന്റ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? സ്വാപ്പ് ചെയ്യണം അറേ ഓഫ് ലോയെയും അറേ ഓഫ് ഐയെയും. അത് കഴിഞ്ഞ് ലോയെ മുമ്പോട്ട് നീക്കണം. ഇങ്ങനെ ആയിരിക്കും ഈ അൽഗോരിതം വർക്ക് ചെയ്യുക. ഇത് ഐയുടെ വാല്യൂ n-1 വരെ ആവുന്നിടം വരെ നമ്മൾ റൺ ചെയ്യും. നമുക്ക് മൂവ് സീറോസ് ടു സ്റ്റാർട്ടിന്റെ പൈത്തൺ കോഡ് കാണാം. ഡെഫ് മൂവ് സീറോസ് ടു സ്റ്റാർട്ട് ബ്രാക്കറ്റില് ARR. ഇവിടെ മൂവ് സീറോസ് ടു സ്റ്റാർട്ട് എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ അറയാണ്. ആ അറയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ARR എന്നാണ്. ഇനിഷ്യലി ലോയുടെ വാല്യൂ 0 ആണ്. ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഞാൻ അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ 0 തൊട്ട് len ഓഫ് ARR -1 വരെയാണ് പോകുന്നത്. ഓരോ ഐയിലും നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് അറേ ഓഫ് ഐ ഈക്വൽ ടു 0. അറേ ഓഫ് ഐ 0 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്വാപ്പ് ചെയ്യും അറേ ഓഫ് ലോയെയും അറേ ഓഫ് ഐയെയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കോഡ്. അത് കഴിഞ്ഞ് നമ്മൾ ലോയെ മുമ്പോട്ട് നീക്കും. ലോ പ്ലസ് ഈക്വൽ ടു 1. ഫൈനലി നമ്മൾ അറേയെ പ്രിന്റ് ചെയ്യും. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാ? ഇവിടെ ഈ ഫോർ ലൂപ്പ് 0 തൊട്ട് len ഓഫ് ARR -1 വരെയാണ് പോയിട്ടുള്ളത്. അന്നേരം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ലെങ്ത് ഓഫ് അറേ ആണ്. ലെങ്ത് ഓഫ് അറേയെ നമ്മൾ n എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ചാണ് നോർമലി ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയോ ഓർഡർ ഓഫ് 1. നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് അറേ അല്ലാണ്ട് വേറൊരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. താങ്ക് യു എവരിവൺ. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്.